ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഡാർക്ക് സർക്കിൾസിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഒരുപാട് പേര് കമൻസിൽ ഒന്ന് ചോദിക്കാറുണ്ട് ഡാർക്ക് സർക്കിൾസിനെ പറ്റി ക്രീം എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഞാൻ അവർക്കൊന്നും വൺ വേർഡിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡർ ടേമാണ്. അത് വെച്ചിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ക്രീമോ ട്രീറ്റ്മെൻറ്റോ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ റീസൺ നമ്മൾ കണ്ടുപിടിച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു ക്രീംസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, ചില സമയത്ത് ട്രീറ്റ്മെൻറ്റ്സ് തന്നെ വേണ്ടി വരും, ക്രീംസിൽ അത് ഒതുങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം. കാരണം ഇതിനകത്ത് ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ടെസ്റ്റും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാക്ട് കോസ് എന്താണ് ഡാർക്ക് സർക്കിൾസ് എന്ന് കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ചുള്ള ക്രീം അല്ലെങ്കിൽ ഇൻ ഓഫീസ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നാലെ എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഡോക്ടർ ഐശ്വര്യ കാർത്തിക്, ജെൻഡേഴ്സ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് സ്കിൻ കെയർ ഫോർമുലേറ്റർ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസിൻ്റെ കോസ് അറിയാൻ പറ്റിയൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് പിഞ്ച് ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ പിഞ്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അണ്ടർ ഐസിൻ്റെ പോർഷനിലുള്ള സ്കിന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ടോ അത് സെയിം ആയിട്ട് നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അവിടുത്തെ പിഗ്മെൻറ്റേഷൻ കുറയുന്നില്ല, സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് ട്രൂ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഓർ ട്രൂ ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസ് ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ look for ingredients like vitamin C, alpha arbutin, retinol, niacinamide. ഇങ്ങനത്തെ ലൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഏജന്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഇൻഗ്രീഡിയൻസ് വരുന്ന കുറച്ച് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഐബ്ലസിന്റെ അണ്ടർ ഐ ക്രീം ആണ്. സെക്കൻഡ് വൺ വിഷ് കെയർ അണ്ടർ ഐ ക്രീം. തേർഡ് വൺ സെസ്ഡെർമ വൈറ്റമിൻ സി അണ്ടർ ഐ ക്രീം. ഇനി ഈ ബ്രാൻഡ്സ് തന്നെ വാങ്ങിക്കണമെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ലുക്ക് ഫോർ ഇൻഗ്രീഡിയൻസ് ഐ ഹാവ് മെൻഷൻ ബിഫോർ. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസിലോട്ട് വരാം. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് പിഗ്മെന്റേഷൻ കുറയുവാണെങ്കിൽ അത് ശരിക്കും ട്രൂ ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല. അത് നിങ്ങളുടെ കണ്ണിന്റെ അടിയിലുള്ള ബ്ലഡ് വെസൽസ് കുറച്ചും കൂടി നിങ്ങൾക്ക് തിന്നർ സ്കിൻ ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നതാണ്. ഇത് ചില ആൾക്കാരിൽ ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ മാതിരിയും തോന്നാം, ചില ആൾക്കാർക്ക് നോർമൽ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് മാതിരിയും തോന്നാം. അപ്പോൾ ഈ ഒരു കേസിൽ യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ ഇൻഗ്രീഡിയൻസ് വിത്ത് വൈറ്റമിൻ കെ ആൻഡ് കഫീൻ. എൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡെർമാക്കോവിൻ്റെ 5% കഫീൻ സീറമാണ്. സെക്കൻഡ് വൺ പ്ലമ്മിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി പെപ്റ്റൈഡ് ആൻഡ് കഫീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു അണ്ടർ ഐ സീറം. തേർഡ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ പൊമിഗ്രനേറ്റ് ആൻഡ് കഫീൻ ബേസ്ഡ് അണ്ടർ ഐ സീറം ആണ്. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടത് കഫീൻ ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർ ഐ സീറംസ് ആണ്. ഇനി നമുക്ക് വൈറ്റമിൻ കെ ബേസ് ചെയ്തുള്ള അണ്ടർ ഐ സീറംസ് നോക്കാം. ഇത് മാർക്കറ്റിൽ കുറച്ച് കുറവാണ്, ബട്ട് സ്റ്റിൽ ഒരു അഫോർഡബിൾ വൺ ആണ് ഈ മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ കെ ആൻഡ് റെറ്റിനാൽ അണ്ടർ ഐ സീറം. സെക്കൻഡ് വൺ ഇസ് സെസ്ഡെർമ കെ വിറ്റമിൻ സീറം. And the third one is Trudermയുടെ Eyelines Under Eye Cream. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസിലോട്ട് പോവാം. ഇതൊരു ഇല്യൂഷൻ ആയിട്ട് തോന്നുന്ന ഡാർക്ക് സർക്കിൾസ് ആണ്, ശരിക്കും പറഞ്ഞ ഡാർക്ക് സർക്കിൾസ് അല്ല. പല ആൾക്കാർക്കും അവരുടെ കണ്ണിന് ചുറ്റുമുള്ള ബോൺ സ്ട്രക്ചർ കാരണം കണ്ണ് കുറച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കുഴിഞ്ഞ മാതിരി തോന്നാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഇല്യൂഷൻ ആയിട്ട് തോന്നും ഡാർക്ക് സർക്കിൾസ് ആണോ എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ ക്രീംസോ സീറംസോ വർക്ക് ആവില്ല. ഫില്ലേഴ്സ് ആണ് ഇതിനുള്ള റെമഡി. ബട്ട് എല്ലാവർക്കും ഫില്ലേഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് യു ക്യാൻ ലുക്ക് ഫോർ ingredients with hyaluronic acid and peptides. ഇതൊരു ടെമ്പററി പ്ലംനെസ് ആ ഒരു ഏരിയയിൽ തരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ വരുന്നത് പഫിനെസ് അണ്ടർ ദി ഐസ് ആണ്. ഇത് വന്നാലും നമുക്കൊരു ഡാർക്ക് സർക്കിൾസിന്റെ ഇല്യൂഷൻ കൊടുക്കും, പക്ഷേ ഇത് കുറച്ചും കൂടി ഈസിയാണ് മാനേജ് ചെയ്യാൻ. ലുക്ക് ഫോർ കഫീൻ ബേസ്ഡ് സിറംസ്. ഓൾറെഡി ഞാൻ മുന്നാലത്തെ സ്ലൈഡിൽ കഫീൻ ബേസ്ഡ് സിറംസ് കുറച്ച് കാണിച്ചിരുന്നു. യു ക്യാൻ ട്രൈ ഔട്ട് ദ സെയിം. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾക്ക് കോൾഡ് കംബറസ് അല്ലെങ്കിൽ ചിൽ കുക്കുംബർ സ്ലൈസസ് ഓർ ടീ ബാഗ്സ് ഒരു 10 to 20 minutes ആ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഫിനെസ് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ വന്നിട്ട് ഫൈൻ ലൈൻസ് ഓർ റിങ്കിൾസ് അണ്ടർ ദി ഐസ് ആണ്. ഇത് നമുക്ക് ചില ടൈമിൽ ഒരു ഡാർക്ക്നെസ് അണ്ടർ ദി ഐസ് മാതിരി ഇല്യൂഷൻ കൊടുക്കും. you can look for ingredients with retinol and peptides. Retinol കുറച്ചും കൂടി കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, ആൻഡ് പെപ്റ്റൈഡ്സ് അന്നേരം നല്ലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൊടുക്കും, thereby reducing fine lines. ആൻഡ് ചില സമയത്ത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് സീറംസ് ഓർ ക്രീംസ് വർക്ക് ആകണമെന്നില്ല. ഇഫ് യു ആർ above 35 ആൻഡ് ഒരുപാട് ഫൈൻ ലൈൻസ് ആൻഡ് wrinkles ഉണ്ടെങ്കിൽ you might have to go for botox or fillers. So please visit your dermatologist for your further treatments. So fine linesന് പറ്റിയുള്ള കുറച്ച് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഞാൻ കാണിക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ്സ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് ലുക്ക് ഫോർ ഇൻഗ്രീഡിയൻസ് വിത്ത് retinol and peptides. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നാലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് സർക്കിൾസ് ക്യൂർ ചെയ്യണമെങ്കിൽ പ്ലീസ് ലുക്ക് ഇൻ ടു യുവർ ലൈഫ് സ്റ്റൈൽ ഓൾസോ അതർ ദാൻ അപ്ലൈയിങ് ടോപ്പിക്കൽ ക്രീംസ് അലോൺ. കാരണം നിങ്ങൾ എത്ര നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, നിങ്ങൾ എത്ര നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങളുടെ ന്യൂട്രീഷണൽ ബാലൻസ് ആൻഡ് സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഈവൻ ഡെഫിഷ്യൻസി. ചില സമയത്ത് നിങ്ങൾക്ക് അനീമിയ ആയിരിക്കാം, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. സോ ഇടയ്ക്ക് ഒരു 6 months അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി നിങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.
അത്യാവശ്യം ഒരു ഡാർക്ക് സർക്കിൾസിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്തെങ്കിലും പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഞാൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര തന്നെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.